ഡേ 8 ഓഫ് 15 ഡേയ്സ് സ്റ്റഡി ചലഞ്ച്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോയത് സൈലത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ്. ബിക്കോസ് അവിടെ മാധവ് സാറാണ് ക്ലാസ് എടുക്കുന്നത്. കണ്ടില്ലേ, മാധവ് സാറിൻ്റെ ലൈവ് ക്ലാസ് ഉണ്ടായിരുന്നു. അതായത് ലൈവ് ക്ലാസ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ആൾ റിയൽ ലൈഫിൽ വന്നിട്ട് ക്ലാസ് എടുക്കുക. അപ്പോൾ ആ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഞാൻ അതിൽ ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡും പിന്നെ ഹാലോ ആൽക്കിന് ഹാലോറിയൻസും ആണ് കുറച്ച് റിയാക്ഷൻ, ഹാലോ ആൽക്കിൻസ് ഹാലോറിയൻസിൽ കുറച്ച് റിയാക്ഷൻസും ബാക്കി ആ 2 ചാപ്റ്റേഴ്സിലെ കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഒക്കെ റൂം കുറച്ച് മെസ്സായിട്ട് കിടക്കണുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ക്ലീനൊക്കെ ചെയ്തു. അങ്ങനെ എല്ലാം ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് എനിക്ക് അവിടുന്ന് സൈലത്തിൽ നിന്നൊരു റിവിഷൻ ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫ്രീ ആക്സസ് ആണ്. ഞാനങ്ങനെ ഇതുവരെ സൈലത്തിൻ്റെ ക്യാമ്പസിൽ പോയിട്ട് ക്ലാസ് കണ്ടിട്ടുള്ള ഒരാളല്ല. ഞാൻ സൈലത്തിൽ പോയിട്ട് എക്സാംസ് എഴുതാറുണ്ട്. കാരണം എനിക്ക് സൂപ്പർ കിങ്സ് നീറ്റിൽ എക്സാംസ് ഉള്ളപ്പോൾ ഞാൻ അവിടെ പോയിട്ട് എക്സാം എഴുതാറുണ്ട്. ബട്ട് ഞാൻ ആദ്യമായിട്ടായിരുന്നു ക്ലാസ്സിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് റിയലി ഹെൽപ്ഫുൾ. താങ്ക് യു മാധവ് സർ, താങ്ക് യു സോ മച്ച്. കാരണം ആ ക്ലാസ് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. കാരണം ഞാൻ ഓർഗാനിക്കിൽ പൊതുവേ വീക്കായിട്ടുള്ള ആളല്ല. ബട്ട് ഞാൻ ക്ലാസ്സിൽ കയറാത്തതുകൊണ്ട് എനിക്ക് പോർഷൻസ് അറിയാത്തതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ക്ലാസ് കണ്ടതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ പോയതുകൊണ്ട് മാത്രം എനിക്ക് ആ ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ചാപ്റ്റർ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് പഠിക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഞാൻ ആ ഒരു 3 മണിക്കൂർ 3 or 3.5 hours ഞാൻ പഠിച്ചതല്ലാണ്ട് അതിൽ കൂടുതൽ എനിക്ക് അന്നത്തെ ദിവസം പഠിക്കാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ റൂമൊക്കെ ക്ലീൻ ചെയ്ത് എൻ്റെ സ്പിരിച്വൽ ഡയറി, അതായത് ആസ് എ ക്രിസ്ത്യൻ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നാണ്. ഞാൻ ഇന്ന് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി എത്താൻ പോകുന്നുണ്ടെങ്കിലും അതെൻ്റെ ദൈവത്തിൻ്റെ കഴിവുകൊണ്ട് മാത്രമാണ്. അപ്പം ഞാൻ എൻ്റെ സ്പിരിച്വൽ ഡയറി എഴുതി. എൻ്റെ അത് കംപ്ലീറ്റ് ആക്കാനുള്ള ടൈം പോലും കിട്ടിയില്ല. അപ്പോഴേക്കും ഞാൻ സ്പിരിച്വൽ ഡയറി എഴുതിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ എന്നെ അക്ഷയെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് എക്സാംസിൻ്റെ കുറച്ചും കൂടി ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുണ്ട്, പിന്നെ കുറച്ച് ക്ലാരിഫിക്കേഷന് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോഴോ നല്ല തിരക്കായിരുന്നു. ആൻഡ് ആ തിരക്കൊക്കെ കാരണം തിരിച്ച് വന്നത് തിരക്ക് കാരണം ഞാനൊരു ഉച്ചയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ സൈലത്ത് നിന്ന് തിരിച്ചു വരുന്നത് ഒരു 12:30-12:45 ഞാൻ അവിടെ ചെന്ന് പിന്നെ അക്ഷയിലേക്ക് പോകുന്നത് ഒരു 1:30-1:45 ആയപ്പോഴാണ്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരുന്നത് ഒരു 5:15 ഒക്കെയാണ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പോയത് ഒരു കുർബാൻ സീനത്തിന് വേണ്ടിയായിരുന്നു. എനിക്കൊരു ഹോളി കമ്മ്യൂണിയൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും ഇതായിരുന്നു ടൈം. അപ്പോൾ അത്രേ ഉള്ളൂ.